രാവിലത്തെ അംഗം കഴിഞ്ഞ് വന്നപ്പോൾ എന്താ ഇത്രയും പാത്രം നിരന്ന്. ഇനി അതെല്ലാം ഒന്ന് കഴുകി മാറ്റിയിട്ട് മീനൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വയ്ക്കാം. അപ്പോൾ കൊഞ്ചും കാരലുമാണേ, കാരൽ ഫ്രൈ ആക്കാം. കൊഞ്ചും മുരിങ്ങക്കയും കൂടി ഇട്ട് തീയലും വയ്ക്കാം. അപ്പോൾ എൻ്റെ ഫ്രീസറിൻ്റെ അവസ്ഥ കണ്ടോ, ഭയങ്കരമായിട്ട് കട്ട പിടിക്കുന്നത്. എന്താണെന്നറിയില്ല. ഒരു പ്രാവശ്യം കേടായി ശരിയാക്കിയതിന് ശേഷമാണ് ഫ്രീസർ ഈ ഒരു അവസ്ഥയായത്. ഇത് മാറാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ ചോറിൻ്റെ അരിയൊക്കെ കഴുകി അടുപ്പിയിട്ടതിന് ശേഷം പച്ചക്കറി എടുത്ത് വെളിയിൽ വെച്ചു. അതും അങ്ങ് കഴുകി അരിഞ്ഞെടുക്കുവാണേ. അപ്പോൾ തീയലിന് ഇന്ന് മുരിങ്ങക്കയും കൂടിയുണ്ട്. അപ്പോൾ മുരിങ്ങക്ക നമുക്ക് ചീവിയെടുക്കാം. വെണ്ടയ്ക്ക ഉപ്പൊക്കെ ഇട്ട് വെള്ളവും ഒഴിച്ച് വയ്ക്കുവാണ്. അപ്പോൾ അതും ഒന്ന് കഴുകി അരിഞ്ഞെടുക്കണം. അപ്പം വെണ്ടയ്ക്ക ആദ്യം അങ്ങ് അടുപ്പിലാക്കാം. അതിനുശേഷം നമുക്ക് തീയലിനുള്ള തേങ്ങയും കൂടി തിരുവിയെടുക്കാം. അതും അങ്ങ് അടുത്ത അടുപ്പിൽ വറുത്തെടുക്കണം. അപ്പോൾ തീയലിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവരൊന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഞാൻ കാരലിൽ മസാലയെല്ലാം തേച്ചു. അതും അങ്ങ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് കാരൽ ഫ്രൈ ആക്കിയതും കൊഞ്ചും മുരിങ്ങക്കയും കൊണ്ടുള്ള തീയലും വെണ്ടയ്ക്ക വിഴുക്ക് വരട്ടിയുമായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.